ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്താണ് ടോപ്പിക് എന്നുള്ളത്. എനിക്ക് ഉണ്ടായ, അതായത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുന്നേ എനിക്ക് വന്ന സിംറ്റംസ് ആണ്, ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു തംബ്നെയിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ടാകും എന്തിനാണ് ഇവളുടെ അതായത് ഇവക്ക് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ അറിഞ്ഞ സിംറ്റംസ് ഒക്കെ വന്നിട്ട് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് എന്ന്. സോ ഞാനിത് മെയിനായിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ, അതായത് ഞാൻ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ ഇത്തരം വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അതായത് ഓരോ വ്ളോഗേഴ്സ് പ്രഗ്നൻസിൻ്റെ അവരുടെ സ്റ്റോറി പറയുന്ന സമയത്തും ഞാൻ അതിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് അവർക്ക് വന്ന സിംറ്റംസ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുന്നേ അവർക്ക് ഉണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിലുപരി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. കാരണം അത് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അത് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നുണ്ടല്ലോ ഓരോ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആണെന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ ഏകദേശം കൺഫേം ചെയ്യാം ടെസ്റ്റ് ചെയ്യാതെ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടത് കൊണ്ട് മറ്റുള്ളവർ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം, പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആകാം, ഇഷ്ടപ്പെടുന്നുണ്ടാവാം എന്നതിലുപരി അത് അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആകാം. എല്ലാവർക്കും ഇപ്പം ഒരേ പ്രഗ്നൻസി സിംറ്റംസോ അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രഗ്നൻസി ഇതൊന്നും ആയിരിക്കില്ല ഉണ്ടാവുന്നത്. പക്ഷേ എൻ്റെതുപോലെ സിംറ്റംസ് ഒക്കെ വന്ന ആരെങ്കിലും ഉണ്ടാവും, അവർക്ക് മേ ബി അറിയുന്നുണ്ടാവില്ല അവർ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത് വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ്. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം. ചാനൽ വീഡിയോസ് അതായത് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡേറ്റിന് മുന്നേ നമ്മൾ പീരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞൊരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കണേ. അപ്പോഴതിൽ ഞാൻ കറക്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നൊക്കെ. സോ ഞാൻ ഈ ഒരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സോ എനിക്ക് ഫസ്റ്റ് ഒരു സിംറ്റം വന്നത്, എനിക്ക് അറിയില്ലായിരുന്നു അതൊരു സിംറ്റം ആണെന്നുള്ളത്, യൂറിൻ ഇൻഫെക്ഷൻ. എനിക്ക് അതായത് ഒരു പീരീഡ്സ് ഡേറ്റിൻ്റെ ഒരു 1 വീക്ക് മുന്നേ ഒക്കെ എനിക്ക് വന്നിട്ടുള്ളതായിരുന്നു ഈ യൂറിൻ ഇൻഫെക്ഷൻ. നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പെയിന് ഭയങ്കരം, ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല. ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിക്കുള്ള പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിൻ്റെ ഒരു 1.5 വീക്ക് മുന്നേ ആയിരുന്നു നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ടുണ്ടായത്. സോ ട്രിപ്പ് പോകുന്ന സമയത്ത് ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കരം അടിവയറ്റിൽ വേദനയായിരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ പൊതുവേ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനിലെ ബാത്റൂംസ് യൂസ് ചെയ്യാൻ പരമാവധി ഒഴിവാക്കുന്ന ഒരാളാണ് ഞാൻ അധികം ട്രെയിനിലെ ബാത്റൂംസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ അന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. പോകുന്ന സമയത്താണെങ്കിൽ ഫുൾ നല്ല രീതിയിലുള്ള പെയിനും, അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഓരോ സ്ഥലത്ത് ഷോപ്പിങ്ങിനായിക്കോട്ടെ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് വയറുവേദന, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ, പെട്ടെന്നൊരു വയറുവേദന, അടിവയറ്റിലൊരു വേദന വരും, ഒരു കുളത്തിപ്പിടിക്കൽ, നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല ഇത് പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ ആണ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതിൻ്റെ ആണെന്നൊന്നും നമ്മൾ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെ ആയിരിക്കും, അപ്പോൾ അത് നാട്ടിൽ പോയിട്ട്, അതായത് ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് ഒക്കെ എത്തിയതിന് ശേഷം നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. അല്ലാണ്ട് ഇതൊരു യൂറിൻ ഇൻഫെക്ഷൻ ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ, അതാണ് ഫസ്റ്റ് അപ്പം എൻ്റെ സിംറ്റം വന്നത്, യൂറിൻ ഇൻഫെക്ഷൻ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നത്. പിന്നെ ഉണ്ടായിട്ടുള്ളതായിരുന്നു നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്
ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു തലചുറ്റൽ വരും പെട്ടെന്ന്. അതായത് അത്ര വലിയൊരു നീണ്ട സമയത്തൊക്കെ ഇങ്ങനെ തലചുറ്റി ബോധം പോവും അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് തല ചുറ്റും. പിന്നെ ഒന്നും കുറച്ച് സമയത്തേക്കൊന്നും കാണുന്നൊന്നുമില്ല. കുറച്ച് സമയത്തേക്കൊന്നും കാണുന്നൊന്നുമില്ല. പെട്ടെന്ന് ഫുള്ളൊരു ബ്ലാക്ക് ആയൊരവസ്ഥ. ഒരു വിത്തിൻ സെക്കൻഡ്സ് അത് നോർമലാകും. അപ്പം അത് എനിക്ക് ഒരു സിംറ്റം ആയിരിക്കാം. പക്ഷെ അപ്പോഴത് തോന്നിയിട്ടില്ല. ഞാൻ കരുതിയത് ഈ ഒരു പെയിനിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് എനിക്ക് അങ്ങനെ വന്നതായിരിക്കും, അങ്ങനെ കറക്കം പോലെ തോന്നിയതായിരിക്കും എന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായത്. പിന്നെ ട്രെയിനിൽ ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ ആ പെയിനൊക്കെ കൊണ്ട് എനിക്ക് അന്ന് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഒരു 2-3 തവണ ഇതുപോലെ തലകറക്കം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് വന്ന ഒരു സിംറ്റമാണ്. കാരണം എനിക്കങ്ങനെ പൊതുവേ അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. സോ പിന്നെ ഉണ്ടായത്, എനിക്ക് കാലിന് ഒരു ബ്ലാക്ക് കളർ, അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായത്. കാലിനൊരു ബ്ലാക്ക് കളർ, ഒരു നമുക്ക് രക്തമൊക്കെ കട്ട പിടിച്ച ചോര കല്ലിക്കുമെന്ന് അറിയില്ല, അങ്ങനെ ഒരു രീതിയിൽ കാലിന് വന്നിട്ടുണ്ടായിരുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചോര കല്ലിച്ച പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൈക്കെല്ലാം ഇടുമ്പോൾ നമ്മൾ തട്ടിക്കഴിഞ്ഞാലൊക്കെ വരില്ലേ, അതുപോലെ. പക്ഷെ കാലിനെവിടെ തട്ടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ ഒരിക്കൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പോകുന്നതിന് 2 ദിവസം മുന്നേ. സോ അപ്പോൾ നമ്മളത് വിചാരിച്ചെന്തെങ്കിലും ഞാൻ അറിയാണ്ട് തട്ടിപ്പോയതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് അതങ്ങ് വിട്ടു. കട്ടിലിന് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും എന്ന് കരുതിയിട്ട് അതങ്ങ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെയും ബാംഗ്ലൂരൊക്കെ പോയി വന്ന് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും അതിൻ്റെ തൊട്ട് താഴെ ഒരു പ്ലേസിൽ ഇതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറ് റൗണ്ടായിട്ട് വന്നു. നല്ല രീതിയിലാണ്, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലാക്ക് റെഡിഷ് കളറ്. അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞ സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു, ഇനിയിപ്പോൾ അത് 2 തവണ അടുത്തടുത്ത് വന്നതല്ലേ, നമുക്കൊന്ന് ഡോക്ടറെ കാണിച്ചു നോക്കാമെന്ന് കരുതി. അടുത്തുള്ള ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചിലപ്പം എന്തെങ്കിലും കിഡ്നീൻ്റെ ഫങ്ഷൻസ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പേടിച്ച് ടെസ്റ്റ് ചെയ്തത്. സോ റിപ്പോർട്ടൊക്കെ നോർമലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ റിപ്പോർട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടത് ഒരു വാല്യൂ എന്തോ കൂടുതലായിരുന്നു. അതിൽ ബാക്കിയൊക്കെ നോർമൽ വാല്യൂസാണ്, ഒരു വാല്യൂ മാത്രം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെന്താ കരുതി ഞാൻ നമ്മളെപ്പോഴത്തെയും പോലെ ഗൂഗിള് അതിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടത്, പീരീഡ്സ് എടുക്കാനാവുന്ന ലേഡീസിന് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ വാല്യൂസ് കൂടുതലായിരിക്കും. പീരീഡ്സിന് ഡേറ്റ് അടുത്ത് നിൽക്കുന്ന ലേഡീസിന്, അതുപോലെ ഗേൾസിന് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു വാല്യൂ ഹൈ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പ്രഗ്നൻസി എന്നുള്ളത് കരുതുന്നില്ല, കാരണം അതിനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി, ഇതെന്താണ് ഇങ്ങനെ ഹൈ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി നോക്കി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഓക്കെ നിനക്ക് ഡേറ്റ് ആവാനായല്ലോ, അതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ അത് പറയുന്നുണ്ട്, ആ ഹോർമോൺസ് വരുന്ന സമയത്ത് ഇത് കൂടുന്നുള്ളത് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ അനുശ്രീക്ക് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അനുശ്രീ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വാല്യൂ ഒന്നെങ്കിൽ പീരീഡ്സ് എടുക്കാനാവുന്ന സമയത്ത്, ഇല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയവർക്കാണ് ഈ വാല്യൂ അധികമാവുന്നത് എന്ന്. ഡോക്ടർ കാണിച്ചു, ഡോക്ടർ ഒക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു വിറ്റാമിൻ്റെ ടാബ്ലറ്റ് മാത്രം കഴിച്ചു, അത് റെഡ് കളർ വന്നതുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇതെനിക്ക് 3ാമത് വന്നൊരു സിംറ്റം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് മേ ബി ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വരണമെന്നില്ല, ഇതിപ്പം ഒരു സിംറ്റം ആണോ നമുക്ക് കൺഫേം ചെയ്യാനും പറ്റൂല, മേ ബി ആയിരിക്കാം. ഇതെനിക്ക് ആ ഒരു ടൈം അതിനടുപ്പിച്ച് വന്നതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ ഡേറ്റൊക്കെ ആയി. അപ്പോൾ പീരീഡ്സ് ആയിട്ടില്ല. നമ്മൾ പിന്നെ ചെക്കൊന്നും ചെയ്തിട്ടില്ല, കാരണം കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ നിൽക്കുക ചെയ്തത്. അപ്പോഴും ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് യൂറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന, അതായത് യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്കേ തോന്നുന്നുള്ളത് ഒരു സിംറ്റമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാനത് അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പൊതുവേ കാണുന്ന വൊമിറ്റിങ് അതൊക്കെയല്ലേ, അപ്പോൾ എനിക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിൻ്റെ ഒരു 2 ഡേയ്സ് മുന്നേ തൊട്ടിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ക്ഷീണം കാണിക്കുന്നില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഓക്കെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്നാ ഭയങ്കര ക്ഷീണം പിടിച്ച പോലെ, അല്ലെങ്കിൽ നീ ഓനും തമ്മിൽ എന്തെങ്കിലും അടിയായിട്ടുണ്ട്, എന്നാ നിൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, എന്താ പറ്റി? എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് നമ്മൾ ഭയങ്കര ഡള്ളായ പോലെ അല്ലെങ്കിൽ ക്ഷീണിച്ച പോലത്തെ ഒരു തോന്നൽ. അപ്പോൾ നമ്മൾ ഇല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ കൺമഷി ഇട്ടിട്ടുണ്ടാവില്ല അതായിരിക്കും, അങ്ങനെയെല്ലാം പറഞ്ഞു. കാരണം പൊതുവേ ഞാൻ ഈ കൺമഷി ഇട്ടില്ലെങ്കിൽ എന്നെ ഭയങ്കര എന്തോ കയ്യാണ്ട് ക്ഷീണം പിടിച്ച പോലെ തോന്നും. അപ്പോൾ അതായിരിക്കും കരുതി അങ്ങനെ ഞാനതങ്ങ് മൈൻഡ് ചെയ്തിട്ടില്ല.
പിന്നെ നെക്സ്റ്റ് ഡേ എന്തായി, രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഉറക്കം ഞെട്ടുന്നതേ ലൂസ് മോഷൻ വന്ന്, നല്ല രീതിയിൽ ലൂസ് മോഷൻ വന്ന്, ഉറക്കം ഞെട്ടുന്നതേ ഈ ലൂസ് മോഷൻ കൊണ്ട് ആ ഉറക്കം ഞെട്ടിയത്. പിന്നെ എനിക്ക് വെള്ളം കുടിച്ചാലടക്കം ലൂസ് മോഷൻ, ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക്. അപ്പോൾ അത് ആ സമയത്ത് തലേന്ന് നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും കൂടിയിട്ട് എന്തോ പഴംപൊരിയോ അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാമൻ്റെ വീട്ടിലാണ് ഉണ്ടായത്, ഏട്ടനും ഞാനും മാമൻ്റെ വീട്ടിലുണ്ട്. അപ്പം മാമൻ പറഞ്ഞു ചിലപ്പം ഇന്നത്തെ പഴംപൊരി നിനക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ 3 കഴിച്ചതല്ലേ, പിന്നെ എനക്ക് മാത്രം എന്നാ വന്നേ കരുതിയ, നല്ല ലൂസ് മോഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ കട്ടൻ ചായയും പുളിനാരങ്ങയെല്ലാം ആക്കിയിട്ട് കുടിച്ചു നോക്കി. അപ്പം അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, പക്ഷെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെയും വരും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ ക്ഷീണം വരാൻ തുടങ്ങി. ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമാതിരി കുഴഞ്ഞിങ്ങനെ, ആരും എടുത്തൊന്ന് ആടി ഇരുത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കും, ഇങ്ങനെ ഒരു കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോഴും എനിക്ക് ഈ നമ്മൾ പീരീഡ്സ് വരുന്ന ഗേൾസിന് പറഞ്ഞാൽ മനസ്സിലാവും, പീരീഡ്സ് വരുന്ന രീതിയിലുള്ള അതേ വേദന അടിവയറ്റിൽ വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ പീരീഡ്സ് ആയി തോന്നുന്ന ഒരു വേദനയില്ലേ, അത് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പ്രഗ്നൻ്റ് ആവും, അല്ല പ്രഗ്നൻസി ആണ് എന്നുള്ളത്. കാരണം എനിക്ക് പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്തൊരു 1 ഡേ മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ ഒരു വേദന വരും. ആ ഒരു അതേ സെയിം വേദന തന്നെയായിരുന്നു എനിക്ക് ആ ടൈമിൽ ഉണ്ടായത്. അപ്പം ഞാൻ ഏട്ടനായിരുന്നു അങ്ങനെ പറഞ്ഞത്, നമുക്ക് ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് കിറ്റൊക്കെ വാങ്ങിച്ച് വരാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നാളെ നമ്മൾ മോർണിംഗ് യൂറിൻ എടുക്കണം എന്നാണല്ലോ, അപ്പം നമുക്ക് നാളെ മോർണിംഗിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വിട്ടു, എനിക്ക് വേദന വരുന്നുണ്ട്, അപ്പോൾ ഇതിപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് എന്തായാലും പീരീഡ്സ് ആവും, കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ പീരീഡ്സ് ആവുന്ന പോലെ തന്നെയുള്ളത്, നല്ല രീതിയിൽ വേദനയുണ്ട്. അപ്പം പറഞ്ഞു ഇല്ല, നിൻ്റെ ക്ഷീണമെല്ലാം കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അങ്ങനെയാണ് അന്ന് രാത്രി തന്നെ നമ്മൾ പോയിട്ട് കിറ്റ് വാങ്ങിച്ചു. നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗിൽ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്ന സിംറ്റംസ്. ഇതുപോലെയാണ് എല്ലാവർക്കും ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇതുപോലെ ആയിരിക്കും എല്ലാവർക്കും ഒന്നും പറയുന്നില്ല. ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ കാലത്തെ വോമിറ്റിങ് കാണിക്കുന്നവരുണ്ട്, പിന്നെ ഒരു സിംറ്റമും ഇല്ലാതെ പീരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയ എത്രയോ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ആൾക്കാരുണ്ട് അങ്ങനെ, ഒരു സിംറ്റംസും ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഒരു ഒറ്റ സിംറ്റംസ് പോലും ഉണ്ടാവില്ല. പക്ഷെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം പ്രഗ്നൻ്റ് ആവാം. ഇല്ല PCOD ഉള്ളവരൊക്കെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയവരുണ്ട്. സോ ഇതുപോലെ ഒരിക്കലും എല്ലാവരും ആവണമെന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നോക്കുന്നവർക്ക് ഉപകാരപ്പെടും. അതായത് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി പ്രഗ്നൻ്റ് ആയിരിക്കാം എന്നരുത്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവണമെന്നുമില്ല. അപ്പോൾ അത് ഓരോരാളെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉണ്ടാവുന്നത്. എനിക്ക് അതിലൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഓവുലേഷനൊക്കെ കഴിഞ്ഞിട്ട് ബേബി ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പീരീഡ്സ് പോലെ തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ പീരീഡ്സ് പോലെയല്ല, എന്താ പറയുക, ഒരു 2-3 ഡ്രോപ്സ് പോലെ വരാം. ചിലപ്പോൾ അത് ഒരു ഡേ ഫുൾ ഉണ്ടാകാം. കളറിൽ ചേഞ്ച് ഉണ്ടാവും, പീരീഡ്സ് ബ്ലഡ് പോലെയല്ല ഉണ്ടാവുന്നത്, ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടാവുന്ന ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കുറേ വീഡിയോസിൽ പറയുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്യാമെന്ന്. അപ്പോൾ അതിനർത്ഥം ഈ വീഡിയോ കാണുന്നവർ തെറ്റിദ്ധരിക്കേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നവർ തെറ്റിദ്ധരിക്കേണ്ട ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻ്റ് ആവൂ എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നില്ല. ബട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. സോ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എനിക്കും ഇങ്ങനൊരു ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കണ്ടിട്ട് അയ്യോ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒന്നും ഇന്ന ദിവസം കണക്കൂട്ടും ഉണ്ടായിട്ടില്ലല്ലോ, സോ ഇപ്രാവശ്യവും പ്രഗ്നൻ്റ് ആയിരിക്കില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ അതാലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റ ID ഞാൻ യൂട്യൂബിൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.